നമ്മൾ പാപ ഇച്ഛകളാൽ ചെയ്യുന്നത്, പാപ രാഗത്താൽ നമ്മൾ ചെയ്യുന്നത്, പാപത്തിൻ്റെ സ്വഭാവത്താൽ നമ്മൾ ചെയ്യുന്നതിനെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ നീതി കൊണ്ട് സാധിക്കും. ദൈവത്തിൻ്റെ നീതി നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ ഒരിക്കലും പാപ സ്വഭാവം നമ്മുടെ മേൽ വെളിപ്പെടത്തില്ല. പാപത്തിൻ്റേതായിട്ടുള്ള ഒരു സ്പിരിറ്റിനും നമ്മളെ പിന്നെ അടിമത്തത്തിൽ നിർത്തുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ ആ നിറവിൽ, ദൈവത്തിൻ്റെ നീതിയുടെ നിറവിൽ നമുക്ക് ഒരു ഹോളി ലൈഫിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ നീതി നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ പിതാവാം ദൈവത്തിൻ്റെ സകല അനുഗ്രഹത്തെയും നമ്മളിലേക്ക് നീതി എന്ന ചാനലിലൂടെ പകരപ്പെടുവാനായിട്ട് തുടങ്ങും. നീതി എന്ന ചാനലിലൂടെ പിതാവിൻ്റെ സകല അവകാശങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്തുവിൽ നീതിമാനാണ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. പാപത്തെ ജയിക്കുന്ന, നീതിയിൽ നിറഞ്ഞ ഒരു റൈച്ചസ് ജനറേഷനായിട്ട് പിതാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ. ഇന്നത്തെ പ്രൊഫറ്റിക്കൽ വേർഡ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുക. ഇന്ന് ലോകം കണ്ട് അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരു റൈച്ചസ് ജനറേഷനായി നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുക. പാപത്തെ ജയിച്ച് നീതിയിൽ വാഴുന്ന ഒരു തലമുറ. കർത്താവ് നിങ്ങളെ ബ്ലെസ് ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു.